നമസ്കാരം. രാജ്യത്ത് നടപ്പാക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ നികുതി പരിഷ്കരണമാണ് GST. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഒരു GST കൊണ്ടുവന്നതോടുകൂടി രാജ്യത്തെ പലതരത്തിലുള്ള നൂറുകണക്കിന് നികുതികൾ ഏതാണ്ട് GSTയിലേക്ക് ചുരുങ്ങുന്നു. ഒരൊറ്റ നികുതി ഒരൊറ്റ രാജ്യം എന്ന നിലയിലേക്ക് പോകുന്നു. പലതരത്തിലുള്ള സ്ലാബുകൾ GSTയിലുണ്ട് എങ്കിൽ തന്നെയും രാജ്യവ്യാപകമായി GST എന്ന ഒരു നികുതി നിരക്കിലേക്ക് മാത്രം മാറുന്നു. അതോടുകൂടി നികുതി എന്ന സമ്പദ്ഘടന തന്നെ കൂടുതലായി ഫോർമലൈസ് ചെയ്യപ്പെട്ടു. മാത്രമല്ല, നികുതി നൽകുന്ന ആളുകളുടെ എണ്ണം കൂടി, നികുതി വരുമാനം വർദ്ധിച്ചു. അത് കൃത്യമായി തന്നെ കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചെടുക്കുകയും ആ നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ നികുതി ഘടനയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ കേരളം പോലെയുള്ള സർക്കാരുകൾ ആരോപിക്കുന്നത് തങ്ങൾക്ക് നികുതി പിരിക്കാനുള്ള അവകാശം GST കവർന്നെടുത്തു എന്ന് തന്നെയാണ്. കേന്ദ്രം അത് കവർന്നെടുത്തു എന്നാണ്. പക്ഷേ അതിൽ 100% വസ്തുതയില്ല. കാരണം നികുതി നിശ്ചയിക്കാനും നികുതി പിരിക്കാനുമുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെട്ടതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ബഡ്ജറ്റുകളിലൂടെ നികുതി വർദ്ധിപ്പിച്ച് അധിക വിഭവ സമാഹരണം നടത്തുക കേന്ദ്ര സർക്കാരിനും അസാധ്യമായി വന്നു. കാരണം ഈ നികുതി നിരക്കുകൾ അത് നിശ്ചയിക്കുന്നത് GST കൗൺസിലാണ്. അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ കൈകോർത്ത് പിടിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ GST വലിയ ഒരു മാറ്റമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയത്. ഇപ്പോൾ GST നികുതിയിലും വൻ കുറവ് വരുത്താൻ പോകുന്നു എന്ന സൂചനയാണ് വരുന്നത്. അതായത് 2017 GST നിലവിൽ വന്നത്. ആ സമയത്ത് ഒരു ശരാശരി നികുതി, വിവിധ നികുതി സ്ലാബുകളുടെ ശരാശരി നികുതി എന്ന് പറയുന്നത് 15.8% പക്ഷേ അത് 2023 ആയപ്പോഴേക്കും ഈ നികുതി 11.4% കുറഞ്ഞു. അതായത് പല ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ സേവനങ്ങൾക്കും നികുതിയിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നർത്ഥം. അത് വലിയ രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട് ഇത്രയും വർഷം കൊണ്ട്. എന്നാൽ ഈ 11.4 എന്നതിൽ നിന്നും വലിയ കുറവുകൾ വരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നൽകുന്നത്. ദില്ലിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയത്. അതായത് 2021 നിർമ്മല സീതാരാമൻ GST ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് അവിടെ ഒരു ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ ഉപസമിതി ഈ നികുതി കുറയ്ക്കുന്നതിനെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകാനാണ് ചുമതലപ്പെടുത്തിയത്. ആ സമിതി കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്തു. അവർ അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് എത്രമാത്രം നികുതി കുറയ്ക്കാം എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഉടൻ തന്നെ GST കൗൺസിൽ ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാജ്യത്തെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെ ഈ മേലുള്ള നികുതിയിൽ വലിയ കുറവ് സംഭവിക്കും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. 11.4% നിന്നും താഴേക്ക് ഈ നികുതി വരുമ്പോൾ തീർച്ചയായും അത് വലിയ രീതിയിലുള്ള വിലക്കുറവ് അത് ഉണ്ടാക്കും. മാത്രമല്ല, ഒരു ഉൽപ്പാദനത്തിലും അതുപോലെ തന്നെ മറ്റ് വ്യവസായ മേഖലകളിലുമൊക്കെ അതൊരു വലിയ ഉണർവ് പ്രകടമാക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. നികുതി കുറയ്ക്കുമെങ്കിലും നികുതി ഘടനയ്ക്കുള്ളിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും എണ്ണം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ സർക്കാരിന് വലിയൊരു വരുമാന നഷ്ടം എന്നതിലേക്ക് പോകില്ല. എന്തായാലും രാജ്യത്തെ നികുതി ഘടന ലളിതമാകാൻ പോകുന്നു. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളടക്കം ഇപ്പോഴും GSTയിൽ പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുകയാണ്. അത്തരം നീക്കങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സത്യത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ ഒരു അനുമതി കൂടി അതിനാവശ്യമുണ്ട്. പക്ഷേ സംസ്ഥാനങ്ങൾ എതിർക്കുകയാണ്. കാരണം അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ നല്ലൊരു ഭാഗം, അതായത് വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിയാണ്. അതുകൂടി ഈ GSTയിലേക്ക് വന്നാൽ തീർച്ചയായും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയും. പക്ഷേ അത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെന്ന് കേന്ദ്രത്തിനും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്ന നികുതി മാറ്റങ്ങൾ എത്രത്തോളമാണ് എന്ന് കാത്തിരിക്കുക തന്നെ വേണം. പക്ഷേ കാര്യങ്ങൾ അന്തിമ രൂപത്തിൽ എത്തിക്കഴിഞ്ഞു. ഉടൻ തന്നെ രാജ്യം കാത്തിരിക്കുന്ന ആ വലിയ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ്, ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, Iron Build, Gujarat.